ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബിസിനസ് ചെയ്യുമ്പം ഒരുപാട് കടമകൾ കടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? പേപ്പർ വർക്ക്സ് ആണെങ്കിലും എഞ്ചിനീയർ വർക്ക്സ് ആണെങ്കിലും ഇന്റീരിയർ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലോ? ബിസിനസിന്റെ A to Z കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ദുബായിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ സിറ്റി, ഡ്രാഗൺ മാർട്ട് 1, ഡ്രാഗൺ മാർട്ട് 2, അൽതവാർ, ജുമേറ വില്ലേജ് സർക്കിൾ എന്നിങ്ങനത്തെ പ്രൈം ലൊക്കേഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അൽബാബ് ബിസിനസ് സെറ്റപ്പ് സർവീസ് സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബിസിനസ് സെറ്റപ്പ് മുതൽ കീ ഹാൻഡ് ഓവറിംഗ് വരെ വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും അൽബാബ് നിങ്ങൾക്കായിട്ട് ചെയ്തു നൽകുന്നു. യുഎയിലെ ഏതൊരു ബിസിനസ് സർവീസ് സെന്റർ അപേക്ഷ നോക്കിക്കഴിഞ്ഞാലും ബിസിനസ് തുടങ്ങാനുള്ള A to Z സർവീസ് അത് അൽബാബിന് മാത്രമാണ് സ്വന്തം. അൽബാബിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൺസൾട്ടൻസി, വിസ പ്രോസസ് ആവട്ടെ, PRO സർവീസ് ആവട്ടെ, WPS സർവീസ് സിസ്റ്റം ആവട്ടെ, ഏതൊരു കാര്യം ആക്യുറേറ്റ് ആയിട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിലും ഇന്റീരിയർ ഫിറ്റ് ഔട്ട്സിലും ഇവരെ എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ലീഡിംഗ് ഹോസ്പിറ്റൽസ്, ഫാർമസീസ്, ക്ലിനിക്സ്, ഇത് കൂടാതെ സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ജ്വല്ലറീസ്, സ്കൂൾ, റെസ്റ്റോറൻറ്റ്സ്, കഫറ്റേരിയാസ് തുടങ്ങിയവയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഓഫീസ്, പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ്, ആൻഡ് അത് കൂടാതെ തന്നെ മൾട്ടി ലാംഗ്വേജസ് സംസാരിക്കുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകൾ, 15-ന് മുകളിൽ കസ്റ്റമർ സപ്പോർട്ടിംഗ് ഡെസ്കുകൾ, ഇതെല്ലാം അൽബാബിന്റെ പ്രത്യേകതകളാണ്. കസ്റ്റമർ സർവീസിൽ 100% ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അൽബാബിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ ജൂലൈ ലാസ്റ്റ് വരെ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ നടക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ ഇവിടെ വന്നവരുടെ സർവീസ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ 5 months സ്പോൺസർഷിപ്പ് ഫീ ആണ് അവർ വേവ് ഓഫ് ചെയ്യുന്നത്. സോ ഓൾ ടുഗെദർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ 6 outletsൽ മന്ത്ലി 400 ലൈസൻസ് ആണ് ചെയ്യുന്നത്. സോ ഈ 400 into 5 months നോക്കുമ്പോൾ 2000 ഒരു ഓഫർ ക്വാളിറ്റി ആണ് അവർ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ എക്സ്ക്ലൂസീവ് ഓഫറിൽ 10 million സ്പോൺസർഷിപ്പ് ഓഫർ ആണ് അൽബാബിന്റെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. അൽബാബിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ CEO ആയിട്ടുള്ള ജംഷീർക്കയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ജംഷീർക്ക, ബിസിനസിന്റെ A to Z സർവീസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? 2008 നമ്മൾ ആദ്യമായിട്ട് ബിസിനസ് സെറ്റപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റത്തെ ബ്രാഞ്ച് ഈ ഒരു ബ്രാഞ്ച് തന്നെയാണ്. 2011 ഫാദർ ടോട്ടലി ബിസിനസ് സെറ്റപ്പ് സർവീസ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് അതിനുശേഷമാണ് രണ്ടാമത്തെ ഡിവിഷനായിട്ട് എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കസ്റ്റമേഴ്സിന് നമ്മൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ തന്നെ ഫിറ്റ് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം കസ്റ്റമേഴ്സ് ആയിട്ട് തോന്നുന്നു. പിന്നെ നമ്മൾ വെറുതെ പുറത്തൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ കേൾക്കേണ്ട ആവശ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2017 പുതിയ ഡിവിഷൻ ഇന്ത്യയിൽ ഫിറ്റ് ഔട്ടും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. ബാക്കി സർവീസ് സെന്റർ, ബിസിനസ് സർവീസ് സെന്ററുകളെ അപേക്ഷിക്കുമ്പോൾ അൽബാബിനെ മികച്ചതായി കാണിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ഡിവിഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു ഫീൽഡാണ് നമ്മളുടെ. പിന്നെ നമ്മൾ സാധാരണ ഒരു കസ്റ്റമേഴ്സ് ബിസിനസ് സെറ്റപ്പ് ബിസിനസ് സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ജസ്റ്റ് ലൈസൻസ് മാത്രം സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം അവർക്ക് ഹാൻഡ് ജസ്റ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഫിറ്റ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, DCD ഡിപ്പാർട്ട്മെന്റ്, അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എടുക്കേണ്ടതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് സെറ്റപ്പ് ഒരു കഫറ്റേരിയ, സൂപ്പർ മാർക്കറ്റ്, ഒരു ഫിസിക്കലായിട്ട് ഷോപ്പ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അവർ നേരെ പോകുന്നത് കോൺട്രാക്ടർ സൈഡിൽ നിന്നാണ്. കോൺട്രാക്ടർ ഒരു തേർഡ് പാർട്ടിയുടെ സെക്കൻഡ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അപ്രൂവൽ എടുക്കുന്നത്. എല്ലാ കോൺട്രാക്ടർക്കും ഈ അപ്രൂവൽ എടുക്കാനുള്ള പവർ, ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാ കോൺട്രാക്ടറും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആ അപ്രൂവലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് ആ അപ്രൂവൽ പ്രകാരം അപ്രൂവ്ഡായി കിട്ടുന്ന ഡ്രോയിങ്ങിന്റെ പ്രകാരം നമ്മൾ ഇന്ത്യയിൽ ഫിറ്റ് ഔട്ട് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പ്രത്യേകത. അൽബാബും മറ്റുള്ള ബിസിനസ് പ്രൊവൈഡറും തമ്മിൽ വ്യത്യാസം വരുന്ന ഒരു സംഭവം അതാണ്. സോ ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവില്ല, അവിടെ പോയി എന്ത് ചോദിക്കണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഓക്കെ, ദുബായിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലായ്പ്പോഴും ഓപ്പൺ ആണ്. പിന്നെ ഒരുപാട് എൻക്വയറി എനിക്ക് ദിവസം പുറമെ ഔട്ട് ഓഫ് യുഎഇ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. കയ്യിൽ പൈസ ഉണ്ടാവും, പക്ഷേ എന്ത് ഫീൽഡ് ഓപ്പൺ ആക്കണം, എന്ത് ബിസിനസ് ചെയ്യണം, പക്ഷേങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ദുബായി തന്നെയാണ് എന്നുള്ളൊരു മെന്റാലിറ്റി വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനത്തെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, നമുക്ക് ഡയറക്റ്റ്ലി ഞാനിരിക്കുന്നത് ഇന്റർനാഷണൽ സിറ്റി ചൈന ക്ലസ്റ്ററിലുള്ള ബ്രാഞ്ചാണ്. ഒരു ഫ്രീ കൺസൾട്ടൻസി നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഫ്രീ കൺസൾട്ടൻസി നമ്മൾ എൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും. താങ്ക് യു. അത് നല്ലൊരു കാര്യമാണ്. തുടങ്ങിയാലും ഇല്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് എല്ലാ എൻക്വയറീസും ഫ്രീ ആയിട്ട് പറഞ്ഞു തരും എന്നുള്ളൊരു ഐഡിയ. അപ്പൊ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങാനുള്ള സ്വപ്നം വിദൂരത്തിലല്ല. എത്രയും പെട്ടെന്ന് തന്നെ അൽബാബ് ബിസിനസ് സെറ്റപ്പ് സർവീസ് സെന്ററിന്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക, സ്വന്തം ബിസിനസ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുക.